അടിമാലി ദേശീയപാത 85 നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ടുണ്ടായ മണ്ണിടിച്ചിലിൽ പുനരധിവാസം ആവശ്യപ്പെട്ട് അടിമാലി പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ സമരം നടത്തിവരുന്ന കുടുംബങ്ങളെ ഡീൻ കുര്യാക്കോസ് MP സന്ദർശിച്ചു. വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന 10 ലക്ഷം രൂപ വീതമുള്ള ധനസഹായം 17 കുടുംബങ്ങൾക്ക് കൂടി നൽകുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും പുനരധിവാസ പാക്കേജ് ഉടൻ ഉണ്ടാകുമെന്നും MP സമരം നടത്തുന്ന കുടുംബങ്ങളെ അറിയിച്ചു. മുൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അംഗീകരിച്ച, എല്ലാവരും ഒത്തുചേർന്ന് അംഗീകരിച്ച ഗവൺമെന്റിലേക്കുള്ള ശുപാർശകൾ യാതൊരു നടപടിയും സ്വീകരിക്കാതെ നിലനിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അന്ന് ഏറ്റവും അനുയോജ്യമായ ഒരു പാക്കേജ് എന്നുള്ള നിലയിൽ തീരുമാനമെടുത്തത് എല്ലാവർക്കും 10 ലക്ഷം രൂപ വീതം ധനസഹായവും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന തുക 10 ലക്ഷത്തിൽ കൂടുതലാണ് എങ്കിൽ ഗവൺമെൻറ്റിലേക്ക് 10 ലക്ഷത്തിൽ കൂടിയ തുകയാണ് വരുന്നതെങ്കിൽ ആ തുക ഇരകളായി മാറിയ ആളുകൾക്കും, 10 ലക്ഷത്തിൽ കുറവാണ് എങ്കിൽ ആ തുക ഗവൺമെൻറ്റിലേക്കും കൊടുക്കുക എന്നുള്ള ഒന്നാമത്തെ കണ്ടീഷനും, അതോടൊപ്പം തന്നെ സ്ഥലം സർക്കാരിലേക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ള രണ്ടാമത്തെ കണ്ടീഷനും, അതെല്ലാം വെച്ചുകൊണ്ടാണ് മുൻ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഒരു ധാരണയായിട്ടുള്ളത്. മുൻ സർക്കാർ കഴിഞ്ഞ മാർച്ച് ആദ്യവാരം ദുരിതബാധിതർക്കുള്ള ധനസഹായ പാക്കേജ് പ്രഖ്യാപിച്ചെങ്കിലും പണം നൽകാൻ കൂട്ടാക്കിയിരുന്നില്ല. ഒരാഴ്ച മുമ്പാണ് സഹായം നൽകി തുടങ്ങിയത്. അന്നത്തെ ദുരിതാശ്വാസ പാക്കേജിൽ വീടുകൾ ഭാഗികമായി തകർന്നവർക്ക് കൂടി 10 ലക്ഷം വീതമുള്ള ധനസഹായം ഉൾപ്പെടുത്താൻ കൂട്ടാക്കാതെ വന്നതാണ് ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയതെന്നും MP പറഞ്ഞു. 17 കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ദുരിതാശ്വാസ പാക്കേജ് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ സമരം അവസാനിപ്പിക്കാൻ ദുരിതബാധിതർ തയ്യാറാകണമെന്ന് MP ആവശ്യപ്പെട്ടു. എന്നാൽ രേഖാമൂലമുള്ള ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് ദുരിതബാധിതർ. കേരള 1 മലയാളം, ഇടുക്കി.